ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള 2-3 ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അതുപോലല്ല ഈ ഒരു ഡേ. എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ടേ ഭയങ്കര ഒരു റിലാക്സേഷനും ഒരു ഹാപ്പിനെസ്സൊക്കെ. ആസ് യൂഷ്വൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ റെയിൻബോ. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല അല്ലേ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല വഴിയുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഒരു കഫേ വ്ളോഗ് കാണാറുണ്ട് കേട്ടോ, ഒരു കൊറിയൻ കഫേ വ്ളോഗ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ഈ ഐസ്ഡ് അമേരിക്കാനോസിനാണ്. ഇത്രയും ഓർഡേഴ്സ് വരണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ അത് കണ്ട് എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന്. എന്തായാലും വ്ളോഗൊക്കെ എടുക്കില്ലേ, എന്നാൽ പിന്നെ അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് സംഭവം ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കി. എന്താ പറയുക, ഒന്നും പറയാനില്ല. ഈ കാണുന്നൊരു ലുക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ കട്ടൻ ചായ അത് തന്നെയാണ് എന്നും ബെസ്റ്റ്. അല്ല, കട്ടൻ കാപ്പി അടിപൊളിയാണ്, പക്ഷെ ഇതോടുകൂടി പരീക്ഷണങ്ങൾ നിർത്തുന്നില്ല. ഇനി ഒരു പച്ച കളർ എന്നൊരു സംഭവം കൂടി ഉണ്ട്, മോക്കാന്നാണ് തോന്നുന്നുണ്ട് പേര്. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കോഫിയൊക്കെ എടുത്തിട്ട് ഏർലി മോർണിംഗ് ഞാൻ സിനിമ കാണാൻ വന്നു. അത്ര ഏർലി മോർണിംഗ് ഒന്നുമില്ല കേട്ടോ, 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ സിനിമ കാണുന്ന പരിപാടി നടന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഈ ലാപ്ടോപ്പ് എന്നോട് സഹകരിക്കുന്നില്ല. അല്ല, ലാപ്ടോപ്പിന് പറഞ്ഞിട്ടും കാര്യമില്ല, വർഷം ഒന്നായിട്ടുണ്ടാവും ഇതിനെ പുറത്തെടുത്തിട്ട്. യൂട്യൂബ് എടുത്തപ്പോൾ പറയണു ഇമെയിൽ അക്കൗണ്ട് വേണമെന്ന്. അങ്ങനെ ഇമെയിൽ അടിച്ചു കൊടുത്തു, പക്ഷേ പാസ്വേഡ് ഓർമ്മയില്ല. അങ്ങനെ സാധ്യത ഉള്ളതും ഇല്ലാത്തതുമായ പല പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. അതിൻ്റെ മുകളിൽ ഇനിയും പണിയെടുത്ത് കഴിഞ്ഞ് എനിക്ക് പണി കിട്ടുന്നുള്ളത് കൊണ്ട് അതിന് ഞാൻ പതുക്കെ അങ്ങ് ഓഫാക്കിയിട്ട് കിട്ടിയോടത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതാരാണോ എടുക്കുന്നത് അവരുടെ തലയിലാണ് ബാക്കി കുറ്റങ്ങൾ. അതാണ് ഇവിടുത്തെ ഒരു രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പുറകിൽ ഒരാളിരുന്നിട്ട് ഭയങ്കര ജേർണലിങ്ങിലാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് മുന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ല എന്ന്. വേറൊന്നല്ല, ഒന്ന് പുറത്തു പോകുന്നുണ്ട്. അതായത് ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ബാഗ് വളരെ വലുതായതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ മാത്രമാണ് കുത്തിക്കയറ്റിയിട്ടുള്ളൂ. ഇന്നലെ ഇട്ട ഷോർട്ട് വീഡിയോയിൽ കുറേ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബാഗ് എവിടെ നിന്നാണ്. ഇത് ജേർണൽസേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ. ആൻഡ് ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാനിട്ട ടോപ്പ് എവിടെ നിന്നാന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അനിയൻ്റെ അടുത്ത് ഇസ്കിയതാണ്. ഹിജാബ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാഷ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവരയച്ചതാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പോവാണ്. എങ്ങോട്ടാണ് പോണത്? തൃശ്ശൂർക്കാണ് പോണത്. പോണതിന് മുന്നേ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ആദ്യം പാർക്കിൽ പോകണം, അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം, അങ്ങനെ കുറേ. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും നേരത്തെ തൃശ്ശൂർ എത്തിയത് കാരണം പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു നടന്നു. വരുന്ന വഴിയിൽ കുറേ ഫ്ലവർ ഷോപ്സ് ഉണ്ടായിരുന്നു. വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ച് വീടെത്തുമ്പോൾ നല്ല ലേറ്റ് ആവും. അപ്പോൾ അത് വടി പോവുമല്ലോ, അതുകൊണ്ട് വാങ്ങിയില്ല. സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. ബസ് ഇറങ്ങി അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ ക്രൗഡ് കൂടെ നടക്കാണല്ലോ, പിന്നെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടക്കണ കാരണം അങ്ങനെ ഡിസ്റ്റൻസ് അറിഞ്ഞില്ല. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് വന്നത്. താത്താക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ള പേരിൽ ഞങ്ങൾ 3 കൂടി പുറത്ത് ചാടിയതാണ്. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടൊരു റിലാക്സേഷനും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നാണല്ലോ. 3-4 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു 2-3 മണിക്കൂർ അങ്ങനെ പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഗേൾസ് അല്ലേ ഷോപ്പിങ്ങിന് പോയേക്കണത്. സാരില്ല, വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ. ആക്ച്വലി സിബ്ലിങ്സ് ഷോപ്പിങ്ങിന് വരുന്നത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി നമുക്ക് വലിയൊരു ബില്ലൊക്കെ തന്ന് എല്ലാം പാക്ക് ചെയ്ത് തന്നു. എന്നിട്ടെന്താ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പാർക്കിൽ പോയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. സാരില്ല, ഇനി തൃശ്ശൂർ വരുമ്പോൾ പോകാമല്ലോ. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് നെസ്റ്റോക്കാണ്. പക്ഷെ ഞങ്ങൾ വലിയൊരു മണ്ടത്തരം കാട്ടി. ആക്ച്വലി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ ഒരു 50-55 രൂപയാണ് ആവുള്ളൂ. അതിന് പകരം ഞങ്ങൾ ആദ്യം ശക്തിയിലേക്ക് ഓട്ടോ വിളിച്ച് പോയി, പിന്നെ അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് നെസ്റ്റോയിലെത്തിയത്. വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് മണി. പക്ഷെ ആ സത്യം തിരിച്ചറിഞ്ഞത് തിരിച്ചു വരുമ്പോഴാണ്. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു മിഠായി എടുത്തു. അമേരിക്കാനെന്ന് കണ്ടപ്പോൾ രാവിലത്തെ ഓർമ്മ വന്നിട്ട് അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. മാഗി നൂഡിൽസിന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു നൂഡിൽസ് ട്രൈ ചെയ്യാലോ വെച്ചിട്ട് അതിനവിടെ തന്നെ വെച്ചു. സത്യം പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ മലയാളി ഷോപ്പിംഗ് ആയിരുന്നു. ഓഫറുള്ളത് മാത്രം തിരഞ്ഞ് കണ്ടുപിടിച്ച് മേടിച്ചുകൊണ്ട് വന്നു. കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ചീറ്റോസ്. അപ്പോൾ അതൊരു 3-4 പാക്കറ്റ് എടുത്തു. പിന്നെയും ഓഫറിൻ്റെ ഏരിയ തിരഞ്ഞ് ഞങ്ങൾ ന്യൂട്ടെല്ലേൻ്റെ അടുത്തെത്തി. പക്ഷേ ന്യൂട്ടെല്ലയുടെ ഓഫർ റേറ്റും കണ്ട് ഞെട്ടിയ കാരണം അതും അവിടെ തന്നെ തിരിച്ചു വെച്ചു. 1 പാക്ക് അടിച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റും. താത്ത അതൊന്നും എടുക്കണ്ടടി എന്ന് പറയണത്. പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് കുക്കിംഗ് ഐറ്റംസ് അങ്ങനെ കുറച്ച് എടുത്തു. സോസേജിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ബില്ലിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മറന്നുപോയി. പിന്നെ ആസ് യൂഷ്വൽ നെസ്റ്റോ കേക്ക്, അതെന്നും സ്പെഷ്യലാണ്. നമ്മൾ ആ ചോക്ലേറ്റ് കേക്കാണ് എടുത്തത്. പിന്നെ ഈ ഒരു ഐറ്റം എടുത്തു. ഇതിൻ്റെ പേരെന്താ? ക്വാസോങ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പിന്നെ ഉമ്മാക്ക് കുറച്ച് ദിവാലി സ്വീറ്റ്സ്, ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും പവലിച്ചിട്ട് അതെടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവാലി സ്വീറ്റ്സ് മേടിക്കണമെന്ന്. പക്ഷെ അത് വിചാരിച്ചത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെല്ലാം ബില്ല് ചെയ്തിട്ട് ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. എന്താ പറയുക, കരിമ്പൻകാട്ടിൽ ആന കയറിയ പോലെ എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. എല്ലാം കൂടി വലിച്ചു വരി കഴിച്ചു എന്നല്ല കേട്ടോ, ഏതൊക്കെ കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ. എസ്പെഷ്യലി ഈ ഡെസേർട്ടിൻ്റെ കേരി കണ്ടപ്പോൾ കൺട്രോൾ പോയി. അവസാനം എന്നിട്ടൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ എന്താണോ കാണുമ്പോൾ ക്രേവിങ്സ് തോന്നുന്നത് അത് മേടിച്ച് കഴിക്കും. നമ്മളിതൊരു മൂർത്തികൾ മാത്രമല്ലോ വന്നിക്കണത്, വീട്ടിലൊരാളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടും വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മിൽക്ക് ഷേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്തായാലും അതിൻ്റെ അടുത്ത് വരെ വന്നല്ലേ, അപ്പോൾ പിന്നെ 2 ബോട്ടിൽ എടുക്കാൻ വിചാരിച്ചിട്ട് അവക്കാഡോയും ആപ്പിളും എടുത്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അവക്കാഡോ വെറും പോക്കായിരുന്നു.
അങ്ങനെ നമ്മൾ മുകളിൽ ഫുഡ് കോർട്ടിൽ വന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. കാരണം ഇനിയും നേരം വൈകുകയാണെങ്കിൽ ചിലപ്പോൾ തലകറിഞ്ഞ് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രീം പാസ്ത, ഡ്രാഗൺ ചിക്കൻ, പിന്നെ ബ്രോസ്റ്റഡ് സ്ട്രിപ്സും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറൊരു ബ്രെഡും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വയറിലെ സ്ഥലമില്ലാത്ത കാരണം അത് പിന്നെ പാക്ക് ചെയ്ത് വീട്ടിക്കൊണ്ട്. ക്രീം പാസ്ത ഇതുവരെ കഴിച്ചതിൽ ബെസ്റ്റ് ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്രാഗൺ ചിക്കൻ നല്ലതായിരുന്നു. പക്ഷേ ബ്രോസ്റ്റഡ് സ്ട്രിപ്സ് കാണുന്ന ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് പോയി കാറ്റ് കൊള്ളാൻ നിന്നു. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. പുഴയ്ക്കൽപ്പാടം എന്നാണ് ആ പാടത്തിൻ്റെ പേര്. പിന്നെ അവിടെ ശോഭാ സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഫ്ലാറ്റൊക്കെ കണ്ട് അങ്ങനെ കുറച്ചേരം നിന്നു. ആക്ച്വലി ഇപ്പോഴാണ് ഞങ്ങൾക്ക് 3 ആൾക്ക് സമാധാനമായത്. കാരണം 3 ആളെ കയ്യിൽ കിറ്റുണ്ട്, അല്ലെങ്കിൽ നീ പിടിക്ക് അവൾ പിടിക്കുന്നു പറഞ്ഞിട്ടുള്ള അടിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് വടക്കേ സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോൾ ഒരാൾ പിണങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് നോ മൈൻഡ്. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രാന്തളകുന്ന ആളാണ്. ഇപ്പം നീ പൊടി എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരിയിരിക്കണത്. അങ്ങനെ അതിനെ കുറേ നേരം പ്രാന്താക്കിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തു. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പം ഇത് കഴിക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ ഡേറ്റ് വീട്ടിൽ വന്നപ്പോഴാണ് നോക്കണത്. ഇനി ആകെ 3 ദിവസം കൂടിയുള്ളൂ. ഇതാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ വീട്ടിലധികം ആരും കഴിക്കുകയുമില്ല. അങ്ങനെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ലതിനെ നോക്കിയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ആദ്യം ആരെടുക്കണോ അവർക്കല്ല ഇട്ടു. ഇത് കുറച്ച് ക്രിസ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ക്രിസ്പി അല്ലായിരുന്നു. പക്ഷേ ട്രീറ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ ക്വാസോങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ എന്ത് കഴിക്കുകയാണെങ്കിലും ഫോണിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തോണ്ടണം. അത് അത്ര നല്ല ശീലമല്ല, എന്നാലും അതിപ്പോൾ ശീലമായിട്ട് മാറി. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കാൻ വിചാരിച്ചു. എന്താ ഉള്ളിൽ അവസ്ഥ എന്നറിയാലോ. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഹാർഡായിരുന്നു. ടേസ്റ്റ് കുഴപ്പമില്ല, നല്ലതായിരുന്നു. ലുക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പഫ്സിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ അങ്ങനെയായിരുന്നു. അല്ലെങ്കിലും നമ്മൾ ഒന്നിനെയും കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താ പറയുക, ഡിസപ്പോയിൻമെൻറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ടേസ്റ്റ് വെക്കാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ആ പോയ കൈ ഇൻ്റെല്ല കേട്ടോ, അതിൽ എന്നാടെ കൈയാണ്. അവളാണ് ഇതിൻ്റെ ഒക്കെ ആൾ. എനിക്ക് പൊതുവേ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അത് മുഴുവൻ ഞാൻ കഴിച്ചില്ല, മധുരം ആയതുകൊണ്ട് എന്താ പറയുക, ഒരു മടുപ്പ്. അപ്പോൾ ഞാൻ അവൾക്കും കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇൻസ്റ്റൊക്കെ നോക്കിയിരുന്നു. രാവിലെ തൊട്ടിട്ട് ഫോൺ നോക്കിയിട്ടില്ലല്ലോ. പിന്നെ മീഷോന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. യൂസ്ഫുൾ മീൻസ് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വേണ്ടിയിട്ടുള്ളൊരു സാധനം. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരാൻ വേണ്ടിയിട്ട്. കാരണം ഓർഡർ ചെയ്തിട്ട് 10-11 ദിവസമായി, ഇപ്പോഴാണ് കയ്യിൽ കിട്ടുന്നത്. ഓർഡർ ചെയ്തപ്പോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. അല്ല, എന്താ സാധനം എന്ന് പറഞ്ഞില്ല അല്ലേ, കവായി സ്റ്റിക്കർ ബുക്ക്. ഇതിൽ ടോട്ടൽ 2500+ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ആൻഡ് റേറ്റ് 250 അല്ല 320 എന്തോ ആയിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ എനിക്ക് കിട്ടിയത് 280 റുപ്പീസിനോ എന്തോ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ദിവാലി സെയിൽ എന്തോ നടക്കുന്നുണ്ടായിരുന്നു മീഷോയിൽ. അപ്പോഴാണ് ഞാൻ ഓർഡർ ആക്കിയത്. എല്ലാം നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആൻഡ് ക്വാളിറ്റിയും അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതിൽ 4-5 സ്റ്റിക്കേഴ്സൊക്കെ സ്റ്റിക്കർ ഷീറ്റൊക്കെ റിപ്പീറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ബാക്കിലും കണ്ടു. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. സംഭവം കൈ കിട്ടിയാൽ പിന്നെ പേഷ്യൻസ് ഇല്ല, എവിടെയെങ്കിലും ഒട്ടിച്ച് നോക്കണം. അങ്ങനെ ഈ ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഒട്ടിക്കാൻ വിചാരിച്ച് തുറന്നു നോക്കിയപ്പം അതിലിനി ഒട്ടിക്കാൻ സ്ഥലമില്ല. അത്ര ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സാരില്ല, 2 കൂടിയും അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. ഇത് ഞാൻ വാങ്ങാനുള്ള മെയിൻ ഉദ്ദേശം തന്നെ പെൻപാൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് റിപ്ലൈ ഇതുവരെ അയച്ചിട്ടില്ല. എക്സാമിൻ്റെ തിരക്ക് അങ്ങനെ ഓരോന്ന് തിരക്കായിട്ട്. അപ്പോൾ അത്രയും പെൻപാല് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എന്താ പറയുക സ്റ്റിക്കേഴ്സ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. അതിന് വേണ്ടി വാങ്ങിയതാണ് മെയിൻലി. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് കുറച്ചൊരു ഗ്ലിറ്ററി ടൈപ്പാണ്, എന്നാലും രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ എന്തായാലും സ്റ്റിക്കർ ബുക്കൊക്കെ വാങ്ങിയതല്ലേ, ഒരു ജേർണലിങ് അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു. രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ലാസ്റ്റ് പേജ് ജേർണൽ ചെയ്തതിന് ശേഷം പിന്നെ ഇതുവരെ ജേർണലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ വിചാരിച്ചു. ഇത് ഞാനൊരു റീഡിങ് ജേർണൽ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കോഡ്സൊക്കെ എഴുതിയിട്ട് വെക്കാതാണ് വിചാരിക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതിയാണ് അതിലാദ്യം ജേർണലിംഗ് ചെയ്യണത്. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞ് ഏതോ ഒരു ഫ്രൈഡേ ആണ് അടുത്തത് ചെയ്തത്. ഇപ്പോൾ ദാ നവംബറായി. മിക്കവാറും ഈ ജേർണൽ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എൻ്റെ മൂക്കി പല്ല് വന്നിട്ടുണ്ടാവും. എന്താ പറയുക, ഭയങ്കര മടി മാത്രമല്ല ഒന്നിനും സമയമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അതുമില്ല. നമ്മുടെ കുറേ പിള്ളേർ എൻ്റെ ജേർണൽ ബുക്ക് ഇൻസ്പയർ ആയിട്ട് ചെയ്തു തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പേടിക്കണ്ട, മാക്സിമം ഒരു 3 വർഷം, അത് കഴിഞ്ഞാൽ ഇങ്ങൾക്കും എന്നെ പോലെ മടി പിടിച്ച് തുടങ്ങും. പക്ഷെ മടിയാണെങ്കിലും ജേർണലിംഗ് പരിപാടി നിർത്തരുത് കേട്ടോ. അതിലുള്ള ഓരോ പേജസും ഓരോ മെമ്മറി ആയിട്ടാണ് എനിക്ക് തോന്നാറ്. ലൈക്ക് ഇപ്പം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജേർണൽ, അതിൻ്റെ ഓരോ പേജ് എന്താ പറയുക തുറന്നു നോക്കുമ്പോഴേക്കും എനിക്ക് ആ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഓർമ്മ വരാറുണ്ട്. അതുകൊണ്ട് ജേർണലിംഗ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. മടി അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇതിൽ ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാമെന്നായിരുന്നു. അപ്പോഴാണ് ഇത് എന്തുകൊണ്ട് റീഡിങ് ജേർണൽ ആക്കിക്കൂടാ എന്ന് തോന്നിയത്. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോൻ്റെ ഇടയിൽ കുറേ ഫേസ് റിവീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കുറേ പേര് വിചാരം ജാഡായത് കാരണതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എനിക്കെന്തോ ഒരു വിയേർഡ് ഫീലിംഗ്, അതായത് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. കുറച്ച് ടയറിങ് ആണെങ്കിലും അടിപൊളി ഡേ ആയിരുന്നു. എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.